സമയം 4:14. നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 5:35 നമ്മൾ ട്രെയിന്. നമ്മൾ തണുപ്പ് 6 ഡിഗ്രിയാണ്. നല്ല തണുപ്പുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 6 നമ്മളെ ട്രെയിൻ ഇപ്പോൾ വരുമെന്ന് കരുതുന്നുണ്ട്. അതല്ലെങ്കിലും അവിടുന്ന് വരും. ഇപ്പോൾ ട്രെയിന് കയറി. പിന്നെ ഇവിടുന്ന് 5:35 വിടുന്നത്. നല്ല LHP കോച്ചാണ്. നല്ല കോച്ചാണ്. എക്കോണമിയാണ്. ഒത്തിരി സീറ്റ് ചെറുപ്പക്കാരും കുഴപ്പമൊന്നുമില്ല. ഒരാൾ നേരത്തെ കയറി കിടക്കുന്നുണ്ട്. ഓളിയാർ നമ്മളെ മോഹൻലാൽ പാട്ടടിച്ചാൽ വന്നില്ലേ, ആ സ്ഥലം. തണുത്തിട്ടാണുണ്ട്, ആരും ഇല്ല കേട്ടോ. റാണി ലക്ഷ്മിബായി ഭോപ്പാലേക്കാരല്ലേ? എവിടെയാണ്? റിപ്പബ്ലിക്കിന് നിന്നപ്പോ കൽക്കരി കൊണ്ടാണ് ട്രെയിൻ. കൽക്കരി ഇത് 6 ആളിരിക്കുന്ന ഒരു ഇതാണ്. ഇടവകണ്ണോട്ടം കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്ക ഞങ്ങൾ കിടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ക്കിനുകളൊക്കെ ക്ഷീണിതന്മാരാണ്. ഹാപ്പിയാണല്ലേ? ആ, ചായ അറിയുമ്പോൾ ചായ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭോപ്പാൽ ജംഗ്ഷൻ നമ്മളെ മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ. വെള്ളം നിറക്കുന്നുണ്ട്. ഡോക്ല കിतना? ഡോക്ല 30 ഇത് ഡോക്ല. നമ്മളെ ഗുജറാത്തി ഫുഡ് ഡോക്ല. 4 മണി പലഹാരം. ഉള്ളത് നമ്മളെ ചമ്പൽക്കാട്ടിലാണ്. പൂലൻ ദേവിൻ്റെ ഒക്കെ നാട്ടില് ചമ്പൽക്കാട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ചമ്പൽക്കാട്. ഞങ്ങൾ പ്രദേശം ചമ്പൽക്കാടുകളിൽ സൂര്യൻ അസ്തമിക്കുന്നു. ഇത് ഫോട്ടോ ഈ ഫോട്ടോ ഞങ്ങൾ ഫസ്റ്റ് നോർലേക്കിലുള്ള അത് കാണാൻ. പൻവേലില് എത്തിക്കണം. ബോംബെ പൻവേൽ നമ്മൾ പൊറാട്ടി മീൻ കറി ഓർഡർ ചെയ്തേക്കണം. അത് കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് परोड़ा कितना है? 5 वाला है
M135 है क्या? M135 यही नंबर 600. അടുത്തോളി പൊറാട്ടയും മീൻ കറി ഉണ്ടാക്കുന്നത് നമ്മളെ മുംബൈ ഗുജറാത്ത് അഹമ്മദാബാദ് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമും സ്റ്റേഷനൊക്കെയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഈ ട്രെയിനിൻ്റെ അപ്പുറത്ത് കാണുന്ന മുംബൈ ലോക്കലിൻ്റെ സ്റ്റേഷനാണ്. മുംബൈ ലോക്കൽസ് ആൾക്കാർ നമ്മളെ ബോംബെക്ക് പോകാൻ ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ ലോക്കലിന് പോകും. നേരം വെളുത്ത് വരുന്നുള്ളൂ. മുംബൈയിലെ അമ്പരച്ചുംബികൾ. നമ്മൾ കൊങ്കൺ റെയിൽവേയിലുള്ളത്. പിന്നെ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടാണ്, സ്റ്റോപ്പില്ല, ക്രോസിങ്. പുറത്തു കൂടെ വേറെ ട്രെയിൻ പോയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും പുറത്തിറങ്ങി. വണ്ടി ഇപ്പോൾ വരും, ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യാനുള്ള വണ്ടി ഇപ്പോൾ വരും. ഇപ്പോൾ നമ്മളത് പച്ച ലൈറ്റ് കത്തും, ഇപ്പോൾ വിടും. നമ്മളത് സ്റ്റാർട്ടായി. കലമ്പനി ബദ്രുഖ് സ്റ്റേഷൻ്റെ പേര്. അല്ല, അടിപൊളി പേരല്ലേ. നമ്മൾ കേട് ഇവിടെ സ്റ്റോപ്പുള്ളതാണ്. കേടുന്ന് വിട്ടു. ഇതൊക്കെ മഹാരാഷ്ട്രയിൽപ്പെട്ട തന്നെ വന്നത്. കൊങ്കൺ റെയിൽവേ നാട്ടിലൂടെ പോയിക്കൊണ്ടേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ വന്നുണ്ടാക്കാൻ ബ്ലോക്ക് ആയിട്ടുള്ള പല പോവാണ്. രണ്ടുപേരും പോവാണ്. ജാംനഗർ തിരുനെൽവേലി. തിരുനെൽവേലിയിൽ നിന്ന് ജാംനഗർ പോണ, ഗുജറാത്ത് പോണ ട്രെയിനാണത്. ലോറി തീവണ്ടി പിടിച്ച് പോകുന്നുണ്ട്. കുറവുള്ള ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അവിടെ ഇറങ്ങി പോയി കുറിച്ചോളി. ഇറങ്ങി സ്ഥലമുണ്ട്. റോറോ റെയിൽ എന്ന് പറയുന്നതിന് ഈ തീവണ്ടി പിടിച്ച് പോണീന് വണ്ടിയില്ല. ഇവിടെ 2-3 എന്തിനും ഒഴിവാക്കിയിട്ടാവും. അവിടെയുണ്ട്, ബാക്കിലുണ്ട്, മുമ്പിലുണ്ട്. എല്ലായിടത്തും പണി നടന്നുകൊണ്ടൊക്കെയാണ്. കർമാലി. ഒരു ട്രെയിൻ ക്രോസിംഗ് ഉണ്ടായിട്ട് പിടിച്ചിട്ട് അവിടെ സ്റ്റോപ്പില്ല.
ഇഷ്ടമുള്ള വെച്ചിട്ടുള്ള വണ്ടിയാണ് രാജസ് പ്രൈവറ്റ് ട്രെയിൻ. IRCTCൻ്റെ പ്രൈവറ്റ് ട്രെയിനാണ്. ഇതിൽ ഏറ്റവും സ്പീഡിൽ ഓടുന്ന ട്രെയിനാണ് വന്ദേ ഭാരതിന് ശേഷം. ഏകദേശമൊക്കെ ഇപ്പം ഈ കോലത്തിലയക്കണു. പണ്ട് വയനാട്ടിൽ പോയ മാതിരി എന്നുള്ള ചെല്ലണ്ടി വരും ഇപ്പോൾ ഓരോരുത്തരെ. തൂങ്ങല്ലേ, മൊബൈലില ഞാൻ തൂങ്ങിയിരിക്കാൻ എത്തിക്കാ. സെക്രട്ടറി വിളിക്കുന്നു, തൂങ്ങല്ല. ഗോവയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫ്രീയാ. ലിയോലിമിൽ പിടിച്ചിട്ടൊക്കെയാണ് ഇതുണ്ട്. വേറെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് ക്രോസ് ഉണ്ട്. അവിടെ ചുവപ്പ് ലൈറ്റ് പച്ച നമ്മളെ പുറത്ത് ട്രെയിൻ വരുള്ളൂ. ഇത് നമ്മളെ അഡ്വക്കേറ്റ് സാറാണ്. ആള് ചേർത്തലക്കാരാണ്. വർക്ക് ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അഡ്വക്കേറ്റാണ്. വൈഫും അഡ്വക്കേറ്റാണ്. പിന്നെ ഞങ്ങളെ കൂടെ തന്നെയുള്ള സീറ്റ്, അടുത്തുള്ള സീറ്റുകാരനാണ്. ആള് നൈസ് ആളാണ് കേട്ടോ. കുന്താപുര. ഇപ്പോൾ രാത്രി 9:30 മണിയായി. ഇനി അടുത്തത് ഉടുപ്പി, പിന്നെ മാംഗ്ലൂർ, പിന്നെ കേരളത്തിൽ കിടന്നു. കുന്താപുര സ്റ്റേഷൻ 9:29. मंगला लक्षद्वीप सुपरफास्ट एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर आ चुकी है. इस गाड़ी से ഉടുപ്പി मंगला लक्षद्वीप सुपरफास्ट एक्सप्रेस has arrived on platform number 5. ഫുഡ് വരാണ്ട് ഇവിടെ. इसका दोस्त दोनों का दोस्त കുഞ്ചാപ്പൂ കുഞ്ചാപ്പൂ. സാറ് കോഴിക്കോട്ട് ഇറങ്ങുകയാണ്. യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഷുക്കൂർബായി ഉണ്ട്. ഇപ്പോൾ ഉള്ളത് വെസ്റ്റിലാണ്. അടുത്ത സ്റ്റോപ്പ് കോഴിക്കോട്. കോഴിക്കോട് ഈ നേരത്ത് നല്ല ആൾക്കാരാണല്ലോ. മുമ്പ് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അതിനയാൾക്ക് ഒരു കുപ്പി വെള്ളം കൊടുത്ത് മാസലാമ യൂസുഫ് മാസലാമ. തിരൂരിൽ നിന്ന് ഞങ്ങൾ തിരൂർ ഇറങ്ങും, അയാൾ എറണാകുളത്ത് ഇറങ്ങും. അപ്പോൾ ട്രിപ്പ് അവസാനിപ്പിച്ച്
പിന്നെ ഞങ്ങൾ തിരൂരിറങ്ങി അടിപൊളി ട്രിപ്പായിരുന്നു. ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.